അമേസിങ്. പിന്നെ കമലഹാസൻ വേറെ ലെവല്. ഒരു ബോഡി ഉണ്ട്, അർണാവിന്റെ ബോഡി പെരിക്കും, അത് മർമ്മത്തിലാണ്, മൊത്തം മർമ്മം, സിനിമ മർമ്മം, നാടി നരമ്പോട്ട് മൊത്തം. എന്റെ അവസ്ഥ കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് തന്നെയാണ് സിനിമ. ഇതുപോലെ അലവലാതി പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. ഇന്ത്യൻ എന്നുള്ള പടത്തിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു, ഇതോടെ അത് തീർന്നു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എടുത്തു വെച്ച ഒരു ഫോർമാറ്റേ കാണുന്നുള്ളൂ. നല്ലൊരു സിനിമയെ കൊണ്ട് നശിപ്പിച്ചു. ഒരു 800-900 കോടി, എങ്ങനെ വെച്ചാൽ 1000 കോടി പോകും. ദുരന്തം പടം ചേട്ടാ. ഇന്ത്യൻ ത്രീക്ക് വേണ്ടിട്ടോ? ഇല്ല അത് ലാസ്റ്റ് പറയുന്നുണ്ട് ഗോ ബാക്ക് ഇന്ത്യൻ. എനിക്ക് അതേ പറയാനുള്ളൂ. ഈ രണ്ട് പേരുകളാണ് ഈ സിനിമ, ഈ രണ്ട് പേരിലാണ് കമലഹാസൻ ഇരിക്കുന്നത്. ഒന്നും പറയില്ല. ശങ്കറിന്റെ സിനിമയിൽ ചരിത്രം ശങ്കർ ഇങ്ങനെ പിടിച്ചിട്ടില്ല. 150 രൂപ കൊടുത്ത് ഫ്ലിപ്കാർട്ടിൽ ഇരുന്ന് കാണുക, അത്രേ പറയാവുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയില്ല. നീ എല്ലാം അനങ്ങിയാൽ ഞാൻ ഇത്രേ ഉള്ളു. കമലഹാസൻ സിനിമ സൂപ്പർ പടം. നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ശരീരത്തിൽ എവിടെ കൊണ്ട് ഓരോ കുത്ത്, ആട് മയിൽ പാമ്പ് എല്ലാവരും. പാർട്ട് 3 വെയിറ്റിംഗ്, അത് ട്രെയിലർ പാർട്ട് 3 അങ്ങനെ കാണിച്ചത്. ഒരു നല്ല പടം, നിങ്ങൾ ടിക്കറ്റ് വേസ്റ്റ് ആക്കരുത്, പൈസ ലാഭിക്കും, അത്രേ ഉള്ളൂ. എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയാനില്ല. എന്റെ ഈ കോലം കണ്ടിട്ട് എന്ത് തോന്നുന്നു അത് തന്നെയാണ് സിനിമ. നല്ല രീതിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റി. ലാസ്റ്റത്തത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫസ്റ്റ് ഹാഫ് എന്താണ് ചെയ്തു വെച്ചേക്കുന്നതെന്നൊരു പിടിയുമില്ല. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെയാണ്. പിന്നെ ആ ലാസ്റ്റത്തെ 20 മിനിറ്റ്സ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മ്യൂസിക് അനിരുദ്ധിൻ്റെ വാസ് നൈസ്, ബട്ട് സ്റ്റിൽ കുറേ ബീജിയംസ് ഒക്കെ പഴയതുപോലെ ഉണ്ടായിരുന്നു. എന്തോ കണ്ടകോളിന് പാർട്ട് ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് അറിയില്ല, ഉറങ്ങുമെന്ന് എനിക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതെ, അമേസിങ്, റിയലി അമേസിങ്. ഇന്ത്യൻ എന്നുള്ള പടത്തിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു, കാരണം ശങ്കർ, കമലഹാസൻ എന്നുള്ള ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇതോടെ അത് തീർന്നു. ഇന്ത്യൻ 3 എടുക്കണം വേണ്ടെന്ന് പിന്നെ ആലോചിച്ച്, കാരണം അവർ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റിലീസ് ചെയ്ത് അവർക്ക് വേറെ വഴിയില്ല. കാരണം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ എടുക്കണ്ടെന്നേ ഞങ്ങൾ പറയത്തുള്ളായിരുന്നു. വേണ്ടായിരുന്നു, ഇതൊന്നും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അതോടെ അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ ശങ്കറിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ളത് അട്ടർ ഫ്ലോപ്പായി തീർന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഒരു ആവറേജ് പടമാണ്. ഓവറോൾ ഫസ്റ്റ് ഹാഫ് ബിലോ ആവറേജ് ആണ്, സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് ആണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വന്ന് കാണണ്ട. ഇന്ത്യൻ 1ന്റെ ഏരകാലത്ത് വരുന്നില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എടുത്തു വെച്ച ഒരു ഫോർമാറ്റേ കാണുന്നുള്ളൂ. അനിരുദ്ധ മ്യൂസിക് ഒക്കെ സെയിം, എല്ലാ തവണയുള്ള ഒരു സെയിം ലൈൻ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ മൂവി എക്സ്പെക്ടേഷൻ്റെ ഒത്ത് വന്നിട്ടില്ല. ക്ലൈമാക്സ് ഇച്ചിരി ഡൗൺ ആണ്. മൊത്തത്തിൽ പാർട്ട് 3ക്കുള്ള വെയിറ്റ് ഇതുപോലെ തന്നെയാണ് ശങ്കർ എടുക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. കാരണം 1ന്റെ പോലും മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം സെയിം റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം പുതുമയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അല്ലാതെ മൊത്തത്തിൽ കൊള്ളാം. സിദ്ധാർത്ഥിന്റെ അഭിനയം വളരെ ഗംഭീരമാണ്, അത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഉലകനായകൻ അത്രത്തോളം ഉള്ള ഒരു സ്പേസിൽ എടുത്തിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു 3ക്കുള്ള ഒരു പ്ലോട്ടുണ്ട്, അത് മാത്രമാണ് ഉള്ളൊരു ഇത്. മൊത്തത്തിൽ ആവറേജ് എന്ന ലെവലിലെ പടമുള്ളൂ. എന്തായാലും അത് കാണാം, തിയേറ്ററിൽ കാണാമെന്നുള്ള പടം. നല്ലൊരു സിനിമയെ കൊണ്ട് നശിപ്പിച്ചു. കൊള്ളത്തില്ല, വളരെ മോശം. ശങ്കറിന്റെ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മോശം പടമായിരിക്കും. എനിക്ക് മൂവി അത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് കമലഹാസൻ സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. അല്ല, സിനിമ മൊത്തത്തിൽ കാണാനുണ്ട്. അങ്ങനെ ലാഗ്, എന്താ പറയുക, നമ്മുടെ കറപ്ഷനെതിരുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് ആയിരിക്കും പൊളിയെന്ന് ഫീൽ ചെയ്തു. അട്ടർ ഫ്ലോപ്പ് പടം ബ്രോ. ഇതുപോലെ അലവലാതി പടം ഇടക്കാലത്തൊന്നും കണ്ടിട്ടില്ല. അയാൾ വരണ്ടായിരുന്നു, ഇതിനേക്കാൾ കുഴിക്കടി ചത്താ മതിയായിരുന്നു ബ്രോ. വിളിച്ചോണ്ട് വന്ന പാവപ്പെട്ടവനെ കൊന്നപോലെ ആയിപ്പോയി. വേണ്ട, ഇതേ മരിച്ച മനുഷ്യൻ. ഇനി 3 കൂടെ കണ്ട ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. തിയേറ്ററിൽ കുറച്ച് AC ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. പൊതുവെ ഉള്ളതിനേക്കാൾ കുറച്ച് പുതുമയായിട്ട് ഇന്ന് കുറച്ച് കൂടുതൽ AC ഉണ്ടായിരുന്നു. യാതൊരു ഇത് പ്രതീക്ഷിച്ചില്ല. ഇനിയെങ്കിലും അദ്ദേഹം ഒരു അപ്ഡേറ്റഡ് ആവണം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമാ സംവിധായകരും ഇങ്ങനത്തെ അവരൊക്കെ ഒരു റിച്ച് ലൈഫ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ലൈഫാണ് ജീവിക്കുന്നത്. അവർ ജനങ്ങളിലേക്ക് ഇടങ്ങി പറഞ്ഞ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള കഥകളും മാറി
ചിന്തിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് യുവ സംവിധായകരുണ്ട്, ഇപ്പൊ വരുന്ന തമിഴിൽ തന്നെയുള്ള എന്തോരം യുവ സംവിധായകരുണ്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറുന്ന കാലഘട്ടത്തിനടുത്തുള്ള കഥകളും മാറ്റങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് ആ ഒരു ഈഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി ചിന്തിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ തന്നെ സിനിമകളും ഇങ്ങനത്തെ തന്നെ അപ്ഡേറ്റഡ് ആവാത്ത കഥകളും കാര്യങ്ങളും ഒക്കെ ഇനി അദ്ദേഹത്തിന് നിന്ന് വരാൻ പോകുന്നു. ഇനി അടുത്ത ഗെയിം ചേഞ്ചർ എന്നൊരു സിനിമ വരുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, ഒരു ട്രോൾ മീഡിയയിൽ തെലുഗു വേഴ്സസ് തമിഴ് സുപ്രീമസിയുടെ കാര്യത്തിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തെലുങ്ക് ടീം ഇങ്ങനെ ജയിച്ചു നിൽക്കുകയാണ്. രാജമൗലി പോലത്തെ ഒരു ഡയറക്ടർ വന്ന്, പിന്നെ അതിനുശേഷം നാഗശ്വിൻ, അപ്പോൾ അവരിങ്ങനെ ജയിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു തമിഴ് സിനിമയെ സംബന്ധിച്ച് തന്നെ ഇന്നൊരു കറുത്ത ദിനമായിട്ട് ഒരുപക്ഷെ അറിയപ്പെട്ടേക്കാം ജൂലൈ 12 എന്നുള്ളത്. കാരണം അടുത്ത വർഷവും ഒരുപക്ഷെ ഇത് എല്ലാ വർഷവും ഇത് അറിയപ്പെട്ടേക്കാം. അത്രയും മോശം സിനിമയായിരുന്നു, അത്രയും മോശം സിനിമ. കാരണം ഒന്നും ഒരു വാവ് ഫാക്ടർ പോലും ഉണ്ടാക്കാൻ ഒരു സിനിമയിൽ ഉടനീളം കഴിഞ്ഞിട്ടില്ല. படம் கொள்ளலாம் அடிபொலியா கொள்ளலாம் நல்லா இருக்கு. இப்போ உள்ள காலத்தில் உள்ள நடக்கிற அநியாயத்தில் தட்டி கேட்கற படம் அடிபொலி. നല്ല അടിപൊളി നടി വർമ്മ സൂപ്പർ കുഴപ്പമില്ല, നല്ല പടം എന്ന് പറയാൻ പറ്റൂല. സൂപ്പറിന് അടിപൊളി കൊള്ളാം, അടിപൊളി. മൂന്നാം ഘട്ടത്തിൽ പാക്കാം. ഇതിപ്പം ഇനി എടുത്ത് കാണിച്ച് ഇനി അടുത്ത വർഷം കാണാം. ഓ ആ ഫസ്റ്റിലുള്ള ഒന്നും ഫസ്റ്റ് ഇന്ത്യ ഒന്നിലുള്ള ഒന്നും കഥ ഒന്നും വന്നില്ല ഇതിൽ. നീ ഇത് ഒരുമാതിരി പോണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഇതിലാണ് ഈ സിനിമയുടെ ഫുള്ള് ഇത് പറഞ്ഞത്. ഇനി ചിലപ്പോൾ 4 കൊണ്ടാവാം. പുതിയ ഏറ്റവും വേസ്റ്റ് മൂവിയാണ് കേട്ടോ. പടം പോരാ, എടുത്ത് മൊത്തം വേസ്റ്റ്. അല്ല, അത് ആർക്കും കാണാൻ വരും തോന്നുന്നില്ല. അത്രയ്ക്കും ബോറായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഒന്നുമില്ല സത്യം. ഡിസപ്പോയിൻമെന്റ്, ഹൈലി ഡിസപ്പോയിൻമെന്റ്. അതും ഡിസപ്പോയിൻമെന്റ്. എന്നെ സംബന്ധിച്ച് കൊള്ളത്തില്ല, ഒന്നും പോരാ. ഇന്റർവെല് അതിന്റെ ഭയങ്കര ശോകം, ഇന്റർവെല്ലിന് മുമ്പ് ശോകം, ഹൈലി ഡിസപ്പോയിൻമെന്റ്. എന്റെ പൊന്നു ചേട്ടാ സഹിക്കാൻ പറ്റില്ല. പേര് പോലെ തന്നെ 0 ടോളറൻസ് ആണ്. സഹിക്കാനോ ക്ഷമിക്കാനോ പറ്റൂല. സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം സഹിക്കാൻ പറ്റൂല. പിന്നെ സെക്കൻഡ് ഹാഫ് ഏതിനു വേണ്ടിട്ടോ? ഇന്ത്യൻ 3ക്ക് വേണ്ടിട്ടോ? ഇല്ല അത് ലാസ്റ്റ് പറയുന്നുണ്ട് ഗോ ബാക്ക് ഇന്ത്യൻ. എനിക്ക് അത്ര പറയാനുള്ളൂ. അവിടെ ഒരു രക്ഷയില്ല. കമലഹാസൻ പൊളിച്ചടുക്കി, ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി. ഇന്ത്യനായിട്ട് എങ്ങനെയാണോ അത് നമുക്ക് കാണിച്ചു.